ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീനൂസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് തിരുവോണമാണ്. ഇന്ന് ഞങ്ങളുടെ ഓണം അമ്മയുടെയും ചേച്ചിയുടെയും കൂടെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. മോളും ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുവാണ്. അങ്ങനെ അവിടെ എത്തി. എൻ്റെ മോളും ചേച്ചിയുടെ മോനും തമ്മിൽ ഡാൻസാണ്. അപ്പോൾ ചേച്ചി കറികളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മേശപ്പുറത്ത് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ അത്തമാണ് മോനാണ് ഇട്ടത്. പിന്നെ ഇത് ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ചേച്ചി അവിടെ, ഇതാണ് എൻ്റെ ചേച്ചി. ചേച്ചി അടുക്കളയിൽ തകൃതിയായിട്ട് ജോലി, സദ്യയുടെ ബഹളത്തിലാണ്. പിന്നെ ഡാൻസും പാട്ടും ഓരോരോ എന്തൊക്കെ കറികൾ ഉണ്ടാക്കുന്നുണ്ട്. ഒത്തിരി കറികളാണ് ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ ചേട്ടനും അതിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതെയാണ് വന്നത്. അപ്പോൾ അവിടെ ഇഡ്ഡലി, സാമ്പാർ, രസവട, ചമ്മന്തി ഇതൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചിയുടെ മൂത്ത മകനാണ്. അവൻ നല്ലതുപോലെ പാട്ടൊക്കെ പാടും. അവനെ കൊണ്ട് കുറച്ച് പാട്ടൊക്കെ പാടിപ്പിച്ചു. പിന്നെ എൻ്റെ പാട്ടും അച്ഛൻ്റെ പാട്ടും. ഇത് അച്ഛനാണ്. ഞാനും അച്ഛനും കരയൊക്കെയൊക്കെ പാടി. പിന്നെ ഇത് ചേച്ചിയുടെ ഇളയ മോനാണ്. അത് വെള്ള ചെക്ക് ഇട്ടിരിക്കുന്നത്. അപ്പം അവൻ +1 പഠിക്കുന്നത്. അപ്പോൾ 4 മക്കളും കൂടെ ചേർന്നു പാട്ടും ഡാൻസും ബഹളവും. പാട്ടൊക്കെ അവിടെ നമ്മൾ ഇതിൽ സ്പീക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പാട്ടൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി കളികളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട്. ഇളയാൾ അങ്ങനെ ഡാൻസ് കളിക്കാനൊന്നും വരാറില്ല. ഭയങ്കര ഷൈയുള്ള ആളാണ്. എൻ്റെ മോനല്ല, ചേച്ചിയുടെ മകൻ. പിന്നെ അടുത്തത് സദ്യവട്ടത്തിൻ്റെ സമയമായി. അങ്ങനെ ഇലയൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ 4 ചേച്ചിയുടെയും എൻ്റെയും 4 മക്കൾ. അതിൽ നമുക്ക് ആകെ ഉള്ളൊരു പെൺതരിയാണ് എൻ്റെ മകൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെൻ്റെ അച്ഛനും അമ്മയാണ്. അപ്പോൾ അപ്പാപ്പനും അമ്മാമ്മയും ചെറുമക്കളും കൂടെ ചേർന്നിട്ട് ഒരു വീഡിയോ എടുത്തു. അങ്ങനെ അകത്ത് ഇലയൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് സദ്യക്കുള്ളത്. ഒത്തിരി കറികളുണ്ട് കേട്ടോ. എത്ര കറികളാണെന്നൊന്നും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കറികളാണെന്നുള്ളത്. പിന്നെ 2 പായസം ഉണ്ടായിരുന്നു. സേമിയ ഉണ്ടായിരുന്നു, കടലപ്പായസം ഉണ്ടായിരുന്നു. എൻ്റെ മകൻ വിളമ്പുന്നത് കണ്ടോ. അവന് വിളമ്പാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ അച്ഛനാണ്. അച്ഛനും ചെറുമക്കളും എല്ലാവരും കൂടെ ചേർന്നാണ് സദ്യ വിളമ്പുന്നത്. ചേട്ടനില്ലായിരുന്നു. ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. ചേട്ടൻ ഉച്ചയ്ക്ക് എത്തി. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും ഒരുമിച്ച് നമ്മൾ തറയിലിരുന്ന് ഒരുമിച്ചാണ് ഭക്ഷണമൊക്കെ കഴിച്ചത്. എല്ലാവരും ചേർന്നാണ് സദ്യയൊക്കെ വിളമ്പുന്നത്. രസം, മോര്, പുളിശ്ശേരി, പരിപ്പ്, സാമ്പാർ, കടലപ്പായസം എല്ലാം അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് തറയിരുന്നാണ് കഴിക്കുന്നത്. പിന്നെ അതുകൊണ്ട് എടുക്കാൻ സൗകര്യത്തിന് എല്ലാം ബാക്കിയുള്ള രണ്ടാമത് എടുക്കേണ്ട സംഭവങ്ങളെല്ലാം നമ്മൾ താഴെ വെച്ചു. അങ്ങനെ എല്ലാവരും ഇരുന്നു. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തില്ല. ഫോട്ടോ എടുത്തു. ഇത് തന്നെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പുറത്തോട്ട് വന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് കടലപ്പായസം കഴിഞ്ഞു. അടുത്ത് സേമിയ പായസം, അത് കഴിഞ്ഞ് പുളിശ്ശേരി, രസം, മോര്, അങ്ങനെ എല്ലാം കഴിച്ചു. സദ്യയൊക്കെ എല്ലാവർക്കും കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഇനിയെന്ന് പറയുന്നത്, പിന്നെ എല്ലാവർക്കും കുറച്ച് ക്ഷീണമൊക്കെയാണ്. ക്ഷീണമെല്ലാം കഴിഞ്ഞിട്ട് ഈ അത്ത വിളക്കൽ പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതിന് വിളക്കൊക്കെ കത്തിച്ചു. അങ്ങനെ പിന്നെ മോൻ അതിൻ്റെ ഒരുക്കങ്ങളിലൊക്കെയാണ്. എൻ്റെ മകൻ എൻ്റെ മകന് ഒന്ന് അത്തം പൊളിച്ചോളാൻ വയ്യാണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനും മോളും കൂടെ ചേർന്ന് 2 തിരുവാതിര സ്റ്റെപ്പൊക്കെ വെച്ചു, കളിച്ചു. പാട്ടുണ്ടായിരുന്നു. പാട്ടൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. പിന്നെ എൻ്റെ വള കണ്ടോ. അങ്ങനെ അത്തം പൊളിക്കാനുള്ള പൂജകൾ മോൻ തന്നെ ചെയ്യുകയാണ്. അതൊക്കെ ചെയ്തു. ഞാൻ ഈ വിളക്കിൻ്റെ തൊട്ടടുത്ത് അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എടുക്കാനായിട്ട് പറ്റിയില്ല. അത് വീഡിയോ മോളും ഞാനും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് അത് ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ഇതാ ചേച്ചി, ഇത് ചേച്ചിയുടെ ഹസ്ബൻഡ്, ഇത് അച്ഛൻ. ചേട്ടൻ ഗായകനാണ്, പാട്ടൊക്കെ പാടും. അമ്മ. ഞങ്ങൾ 3 പേരും ഒരുപോലെ ചുമന്ന ചുവപ്പ് കളറ് ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അങ്ങനെ എല്ലാ വർഷവും ഇതുപോലെ ഞങ്ങൾ കൂടാറുണ്ട്.
പൂജകൾ കഴിയാൻ വേണ്ടി കാത്തിരുന്നു. എൻ്റെ മോൻ അത്തമൊക്കെ പൊളിച്ചു. എല്ലാവരും അതിൻ്റെ ഒരു പ്രാർത്ഥനയോടുകൂടി എല്ലാവരും വന്ന് അത്തം പൊളിച്ചു. പിന്നെ കുറച്ച് വീഡിയോസ് അത് ചേച്ചിയാണ്, അത് അമ്മ, അച്ഛൻ, ചേച്ചി വിളിക്കുന്നുണ്ട്. ചേച്ചി ഒടുക്കെടുത്ത് സെൽഫിയും ഫോട്ടോ എടുക്കുകയൊക്കെയാണ്. നോക്കൂ അതാ നോക്കി, ഇതാണ് നമ്മുടെ ഇത്. അപ്പോഴത്തേക്ക് ചേട്ടൻ പോയായിരുന്നു, ചേട്ടൻ തിരിച്ച് ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു. ചേട്ടൻ പോയായിരുന്നു. നമ്മുടെ ഓണ പരിപാടിയെല്ലാം നമ്മൾ അത്തമൊക്കെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ രാത്രി ആയി കഴിഞ്ഞാൽ അമ്മ ഞങ്ങൾക്ക് രാത്രിത്തെ ഭക്ഷണം എല്ലാവർക്കും അമ്മ വാരിയാണ് തരാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ഉച്ചത്തെ ഫുഡെല്ലാം കൂടെ അമ്മ ഒരുമിച്ചെടുത്ത് വെച്ചു. എന്നിട്ട് എല്ലാവർക്കും അമ്മ സപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. എല്ലാവർക്കും വാരി കഴിക്കാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണപ്പരിപാടി ഇല്ലാതെ എന്താ ഓണാഘോഷമല്ലേ. പിന്നെ നമ്മൾ ചെറിയ മത്സരങ്ങളൊക്കെ വെച്ചു, കസാര കളി കളിച്ചു. അപ്പോൾ അത്ര റൗണ്ടിൽ തന്നെ എൻ്റെ മോൾ ഔട്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് മോനും അടിപൊളിയായിട്ട് ഔട്ടായിട്ടുണ്ട്. പിന്നെ അച്ഛനും ഞാനും ആയിരുന്നു. പിന്നെ അച്ഛനും ഞാനും തന്നെ കളിച്ചതിൽ ഞാൻ തന്നെയാണ് ജയിച്ചത്. പിന്നെ ഇതിനിടയ്ക്ക് മോന് പാട്ട് പാടണമെന്ന് പറഞ്ഞ് മൈക്ക് കണ്ടതുകൊണ്ട് അങ്ങനെ മോനെ വിളിച്ചൊരു പാട്ടും പാടിപ്പിച്ചു. നീല നിലവേ നിലവിനഴകെ ആരമതികെ വിരിയും ചിരിയെ പാരിരുവരാ. പിന്നെ അങ്ങനെ മോനെ കൊണ്ട് പാട്ടൊക്കെ പാടി. പിന്നെ ഞങ്ങൾ ലെമൺ സ്പൂൺ നടത്തി. പക്ഷെ നാരങ്ങ കിട്ടിയില്ല. അതിന് പകരം നമ്മൾ ടൊമാറ്റോ എടുത്തു. പിന്നെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.